ഹലോ ഷുട്ടുമണീസ്, ഞാനും എൻ്റെ കലയമ്മയും കൂടി ഗേൾസ് ട്രിപ്പ് പോവുകയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി മാത്രം. എങ്ങോട്ടേക്കാന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിനു വേണ്ടി ഞങ്ങൾ ട്രെയിൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ ട്രെയിൻ ലേറ്റായിരുന്നു, പതിവിലും കൂടുതൽ ലേറ്റായിരുന്നു. 8 മണിയായിട്ടും വന്നില്ല. അങ്ങനെ ആ വിഷമമാണ് നിങ്ങൾ കാണുന്നത്. അതിന് മുന്നേ ദൂരെ ഒരു ഹോൺ കേട്ടപ്പോൾ ഞങ്ങളുടെ ട്രെയിനാണെന്ന് കരുതിയത്, പക്ഷേ ഞങ്ങളുടേതല്ലായിരുന്നു. അതിന് തൊട്ട് പിന്നാലെ ഞങ്ങളുടെ ട്രെയിൻ വന്നു. കയറിയ സീറ്റൊക്കെ കിട്ടി. ഞങ്ങളൊന്ന് ഉറങ്ങി എണീറ്റപ്പോഴേക്കും അങ്ങനെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എത്തി. എവിടെയാ അതെ, മധുരൈ. അങ്ങനെ ഒരു 4 മണി അടുപ്പിച്ചായി ഞങ്ങൾ മധുരയ്ക്ക് എത്തിയപ്പോൾ. അത് കഴിഞ്ഞ് ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയാണ്. നിങ്ങൾ കണ്ടു, ഈ സ്റ്റെയർ ഫുൾ എന്നെക്കൊണ്ട് എൻ്റെ അമ്മ നടത്തി കയറ്റി. എസ്കലേറ്ററിൽ കയറില്ല, പേടിയാണ്. എന്നെ ഒട്ടും വിശ്വാസമില്ല. എന്നെ കൂടെ ഒറ്റയ്ക്ക് അമ്മ എന്ത് ചെയ്യില്ല, ലിഫ്റ്റ് കയറത്തില്ല. അങ്ങനെ ഈ ട്രോളി ബാഗ് പിടിച്ച് ഈ സ്റ്റെയർ ഫുള്ള് കയറി ഞാൻ ഇറങ്ങി. ഇനി അടുത്ത ലോഞ്ചിലേക്ക് പോവുകയാണ്. ലോഞ്ച് കണ്ടു. ലോഞ്ചിനകത്തിൽ കയറി. ഒരാൾക്ക് 60 റുപ്പീസാണ് 1 ഹവറിൽ ഞങ്ങൾക്ക് ലോഞ്ചിലിരിക്കാൻ വേണ്ടി ചാർജ് ചെയ്യുന്ന പേയ്മെൻറ്റ്. അങ്ങനെ ലോഞ്ചിൽ കയറി ഒന്ന് ഫ്രഷൊക്കെ ആയി. അങ്ങനെ ഞങ്ങളുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത്, ഞങ്ങൾ വന്ന കാര്യം നടത്തണ്ടേ, യെസ്, അതിനു വേണ്ടി അങ്ങോട്ടേക്ക് പോകാൻ ഒരു ഓട്ടോ വിളിക്കുക എന്നുള്ളതാണ്. ബാർഗെയിനൊക്കെ ചെയ്ത് എന്ത് ചെയ്തു, ഓട്ടോ കിട്ടി. ഓട്ടോയിൽ കയറി. അങ്ങനെ ഒരു 6:30 മണിക്ക് മുന്നേ, ഒരു 6:15 ആ ഒരു സമയമായിട്ടുണ്ടാവും, ഞങ്ങൾ ലോഞ്ചിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഞങ്ങൾക്ക് പോകേണ്ട സ്ഥലത്തേക്ക് പോവുകയാണ്. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും നല്ലൊരു അടിപൊളി കാഴ്ച കണ്ടു. ഞാൻ ഒരുപാട് വീഡിയോ എടുത്തില്ല, ഞാൻ എൻ്റെ ഭംഗി ആസ്വദിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിലേക്കാണ് വന്നത്. അവിടെ ഞങ്ങൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ടോക്കണൊക്കെ കിട്ടി. അങ്ങനെ ലേസർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതിനിടയ്ക്ക് ഞങ്ങൾ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇവിടെ ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല ലാഗായിരുന്നു. എല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോൾ 2:30 മണിയോളം കഴിഞ്ഞു. അവിടുത്തെ ക്യാൻറ്റീനിൽ പോയി ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോൾ 3 മണിയായി. അങ്ങനെ റിട്ടേൺ ട്രെയിൻ എന്ന് പറയുന്നത് 6:30-ക്കാണ്. ഞങ്ങൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തില്ല. ഇവിടുന്ന് എപ്പോൾ ഇറങ്ങാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. എപ്പോൾ തിരിച്ചിറങ്ങാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നല്ല ലാഗൊക്കെ വരും. അങ്ങനെ തിരിച്ച് സ്റ്റേഷനിൽ പോകും വഴി അവിടെ പുറത്ത് ആൾക്കാർ തമ്മിൽ എന്തൊക്കെയോ വഴക്കൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, എന്തൊക്കെയോ കാര്യങ്ങൾ. ഞങ്ങളവിടെ നിന്നില്ല. ഇനി അടിയെങ്ങാനും കിട്ടിയാലോ എന്ന് പേടിച്ചിട്ട്. അങ്ങനെ പിന്നെ അടുത്ത ഓട്ടോ പിടിച്ചു. സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഏകദേശം 4 മണിയോളം ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. സ്റ്റേഷനിൽ പോയി ടിക്കറ്റൊക്കെ എടുത്ത് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല രസമാണ്. സ്കൈ കാണാൻ ഭയങ്കര രസമാണ്. അത് മാത്രമല്ല, അവിടെ ഒരു വെയിലും തണുപ്പുമുള്ളൊരു കാലാവസ്ഥയായിരുന്നു. ഇതേ നിങ്ങൾ ഈ വണ്ടി ഉണ്ടോ, ഇതെന്ത് സാധനമാണെന്ന് എനിക്കറിയത്തില്ല. നേരെ എനിക്കത് ലൈവായിട്ട് കാണാൻ പറ്റിയില്ല. വീഡിയോ എടുത്ത സമയത്ത് പോയതാണ്, ഞാൻ എഡിറ്റ് ചെയ്തപ്പോഴാണ് കണ്ടത്. അങ്ങനെ സ്റ്റേഷനിലെത്തി ടിക്കറ്റ് എടുത്തു. ഒരുപാട് ടൈം ഉണ്ടായിരുന്നു. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത്, യെസ്, യാത്രത്തേക്കുള്ള അന്നം ആണ് ഞങ്ങളുടെ ഉന്നം. കണ്ടോ നമ്മുടെ നാഷണൽ ഫ്ലാഗ്. അങ്ങനെ പുറത്തിറങ്ങി ഒരു ചായയൊക്കെ കുടിച്ച് രാത്രി കഴിക്കാനുള്ള ഫുഡൊക്കെ പാഴ്സലും മേടിച്ച് ഞങ്ങൾ തിരിച്ച് സ്റ്റേഷനിലേക്ക് വന്നു. സമയം പെട്ടെന്ന് പോയി. ട്രെയിൻ ഓൺ ടൈം തന്നെ എന്ത് ചെയ്തു, വരികയും ചെയ്തു. ഒരുപാട് നേരം നിൽക്കേണ്ടി വന്നില്ല. അതുപോലെ തന്നെ സീറ്റും കിട്ടി. അങ്ങനെ ഞങ്ങൾ യാത്ര തിരിച്ചു, ഞങ്ങൾ രണ്ടുപേരും. അങ്ങനെ ഇടയ്ക്ക് നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ഇരുട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും കാണാൻ പറ്റില്ലല്ലോ. കിട്ടിയ സീറ്റിൽ പുള്ളിക്കാരി കിടന്നു. ഞാൻ സിംഗിൾ സീറ്റായിരുന്നു. ഇരുന്നുറങ്ങേണ്ടി വന്നു. ജസ്റ്റ് ഒന്ന് കണ്ണു തുറന്നപ്പോഴത്തേക്കും ട്രിവാൻഡ്രം എത്തി. അവിടെ കുറച്ച് നേരം കാത്തിരിക്കേണ്ടി വന്നു. പിന്നെ ഉറങ്ങിയില്ല. പിന്നെ അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്റ്റോപ്പാണ്. പിന്നെ ഉറങ്ങിപ്പോയാൽ പിന്നെ ഗുരുവായൂർ പോയി ഇറങ്ങേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഉറങ്ങിയില്ല. ലാസ്റ്റ് ബോഗിയായിരുന്നു ഞങ്ങൾ കയറിയത്, ലേഡീസിലാണ് കയറിയത്. അതുകൊണ്ട് തന്നെ രാത്രി വന്ന് ഇറങ്ങിയതിന് ശേഷം ഓട്ടോയ്ക്ക് വേണ്ടി ഞങ്ങൾ ഈ പ്ലാറ്റ്ഫോം ഫുള്ള് നടക്കേണ്ടി വന്നു. അങ്ങനെ 1:30 മണിയോളമായി ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും ഞങ്ങളുടെ സ്റ്റേഷനിൽ. അങ്ങനെ ഓട്ടോയ്ക്ക് വേണ്ടി ഞങ്ങൾ എൻട്രൻസിലേക്ക് പോവുകയാണ്. അങ്ങനെ ഒരു ഓട്ടോ കിട്ടി. ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.